കൃപാവരാഭിഷേക ശുശ്രൂഷയുടെ 2ാം എപ്പിസോഡിലേക്ക് നാം കടക്കുമ്പോൾ ആദ്യ യുഗാന്ത്യത്തിലെ മനുഷ്യന്റെ അവസ്ഥയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ദൈവകൽപ്പനകളുടെ ലംഘനം എപ്രകാരം മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റിയെന്ന് നാം കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു കഴിഞ്ഞു. ഈ അകൽച്ച ആദ്യ യുഗാന്ത്യത്തിലേക്ക് മനുഷ്യനെ എത്തിച്ചേർത്തിരിക്കുന്ന അവസ്ഥയെ നാം കാണുകയാണ്. ആദ്യ യുഗാന്ത്യത്തിൽ, അതായത് നോഹിന്റെ കാലഘട്ടത്തിൽ മനുഷ്യർ എപ്രകാരമായിരുന്നുവെന്ന് മനസ്സിലാക്കാം. ഉൽപ്പത്തി 6:1 മനുഷ്യർ ഭൂമിയിൽ പെരുകാൻ തുടങ്ങുകയും അവർക്ക് പുത്രിമാർ ജനിക്കുകയും ചെയ്തപ്പോൾ മനുഷ്യപുത്രിമാർ അഴകുള്ളവരാണ് എന്ന് കണ്ട് ദൈവപുത്രന്മാർ തങ്ങൾക്കിഷ്ടപ്പെട്ടവരെയെല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു. ആദ്യ യുഗാന്ത്യ കാലഘട്ടത്തിൽ നാം കാണുന്ന ഒരു പ്രത്യേകത, അവർ ദൈവത്തെയോ ദൈവകൽപ്പനകളുടെ പാലനത്തെയോ വിട്ടുകളഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചു എന്നതാണ്. അതും മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകവും അതിപ്രധാനവുമായ വിവാഹബന്ധത്തിൽ. ഇവിടെ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്തു എന്നതാണ് ഇവിടെ നാം കാണുന്നത്. ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുന്നതനുസരിച്ച് ദൈവപുത്രന്മാർ ഇസ്രായേൽ ജനങ്ങളും മനുഷ്യപുത്രിമാർ വിജാതീയ ജനങ്ങളുമാണ്. അവർ സെലക്ഷൻ നടത്തിയത് ദൈവകൽപ്പനകൾ അനുസരിച്ചല്ല, അഴക് കണ്ടിട്ടാണ്. അതായത് ദൈവീകതയല്ല, ജഡീകതയാണ് അവരെ നയിച്ചിരുന്നത്. ഇതാണ് യുഗാന്ത്യത്തിൻ്റെ ആദ്യപടിയായി ബൈബിൾ പറയുന്നത്, ദൈവഹിതപ്രകാരം അല്ലാതെയുള്ള വിവാഹബന്ധങ്ങൾ. ഇപ്രകാരമുള്ള മനുഷ്യന്റെ പ്രവണത മനസ്സിലാക്കി ദൈവം പറഞ്ഞു, ഉൽപ്പത്തി 6:3 എൻ്റെ ചൈതന്യം മനുഷ്യനിൽ എന്നേക്കും നിലനിൽക്കുകയില്ല, അവൻ ജഡമാണ്, അവൻ്റെ ആയുസ് 120 വർഷമായിരിക്കും. ദൈവത്തിൽ നിന്ന് അകന്നകന്ന് ദൈവിക ചൈതന്യം കുറഞ്ഞു ജഡമായി തീർന്ന മനുഷ്യരെയാണ് ആദ്യ യുഗാന്ത്യത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ജഡം എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഉൽപ്പത്തി 2:7 പൂഴി എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. അതായത് മനുഷ്യനിൽ ദൈവചൈതന്യം ഊതുന്നതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന അവസ്ഥ, ദൈവചൈതന്യമില്ലാത്ത വെറും മണ്ണ്. ഇപ്രകാരം ജഡമായി തീർന്ന മനുഷ്യർ തമ്മിലുള്ള വിവാഹത്തിലൂടെ അതികായന്മാർ, അതിജഡമായിട്ടുള്ള മനുഷ്യരുണ്ടായി. അവരിലൂടെ ഭൂമുഖത്ത് ദുഷ്ടത പെരുകി. മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചതിൽ ദൈവം പരിതപിച്ചു. മനുഷ്യനെയും മൃഗത്തെയും ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റാൻ ദൈവം തീരുമാനമെടുത്തു. അങ്ങനെ ആദ്യ യുഗാന്ത്യം സംഭവിക്കുന്നു. ഇവിടെയും ദൈവം ഒരു സെലക്ഷൻ നടത്തുകയാണ്. ദൈവചൈതന്യം നിലനിന്നിരുന്ന നോഹിനെ ദൈവം നിലനിർത്തുകയാണ്. മറ്റുള്ളവർ മണ്ണിന് വളമായി തീർന്നു. അവൻ നീതിമാനായിരുന്നുവെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. നീതിമാനെന്ന് ബൈബിളിൽ വിശേഷിപ്പിക്കുന്നവർ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്ന മനുഷ്യരെയാണ്. അവനിലൂടെ ഭൂമുഖത്ത് വീണ്ടും മനുഷ്യർ നിറയുകയാണ്. ഇനി നമ്മെക്കുറിച്ച് ചിന്തിക്കാം. വരാനിരിക്കുന്ന യുഗാന്ത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോയും നോഹയുടെ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നോഹയുടെ കാലത്തെ പ്രത്യേകതകളെല്ലാം വരാനിരിക്കുന്ന യുഗാന്ത്യത്തിലും പ്രത്യക്ഷമാകും. അതായത് ദൈവിക ചൈതന്യം നഷ്ടപ്പെട്ട മനുഷ്യർ യുഗാന്ത്യത്തിൻ്റെ പ്രത്യേകതയാണ്. യൂദായുടെ ലേഖനത്തിൽ പറയുന്നത് പോലെ തങ്ങളുടെ ദുഷ്ടമായ അധമവികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും. പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായ ഇവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. യൂദ 18:19. പരിശുദ്ധാത്മാവില്ലാത്തവർ, അതാണ് ദൈവിക ചൈതന്യമില്ലാത്ത മനുഷ്യർ, കേവലം ലൗകികരായിട്ടുള്ളവർ. അവർ ജഡപ്രകാരം ജീവിക്കുന്നു. ദൈവിക കൽപ്പനകൾക്കോ ദൈവവചനത്തിനോ പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിനോ അവർ പ്രാധാന്യം നൽകുന്നില്ല. നമുക്ക് ചിന്തിക്കാം, എന്നിൽ ദൈവചൈതന്യം നിലനിൽക്കുന്നുണ്ടോ? അടുത്ത യുഗാന്ത്യം നമ്മളിലെങ്കിൽ ആദ്യ യുഗാന്ത്യത്തിൽ മണ്ണിന് വളമായി തീർന്ന മനുഷ്യരെ പോലെ ഞാൻ ദൈവചൈതന്യമില്ലാത്തവനാണോ? ഞാൻ ജഡിക മനുഷ്യനാണോ? അതോ നോഹയെപ്പോലെ നീതിമാനായി ഞാൻ പരിഗണിക്കപ്പെടുമോ?
അല്ലെങ്കിൽ ഓരോ മനുഷ്യൻ്റെയും യുഗാന്ത്യം അവൻ്റെ മരണസമയത്ത് നടക്കുമല്ലോ. ഞാൻ ജീവനുള്ളവനായി എന്നും നിലനിൽക്കുമോ, അതോ ജീവനറ്റ് മണ്ണിന് വളമായി തീരുമോ? ചിന്തിക്കാം.